എല്ലാ പരീക്ഷകൾക്കും ഫിസിക്സിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബയോ സേവേഴ്സ് ലോ. ഇതൊരു കണ്ടക്ടറാണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി എത്രയാണ്, പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ ലെങ്ത് എടുക്കുവാണ്. ഈ ചെറിയ ലെങ്ത് ഉള്ള കണ്ടക്ടർ കൊണ്ട് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് ഞാൻ കണക്കാക്കാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനെ ഡി ബി എന്ന് പറയാം. മാഗ്നറ്റിക് ഫീൽഡിനെ ഡി ബി എന്ന് പറയാം. ഈ ഡി ബി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ആ കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ കറണ്ട് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൽ. ഈ ഡി എൽ എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടല്ലോ, ആ എലമെൻറ്റിൻ്റെ ലെങ്ത്, ആ ലെങ്ത് ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടി കൂടുതലാണ് എടുത്താലോ, അപ്പോൾ കൂടുതൽ ഏരിയ കറണ്ട് കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡി എൽ എന്ന് പറയുന്ന ലെങ്ത്തിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇത് തീറ്റ എന്ന് പറയുന്ന ആംഗിളാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സൈൻ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. കറണ്ട് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു, ഡി എൽ എന്ന് പറയുന്ന ലെങ്ത് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു, സൈൻ തീറ്റ കൂടുമ്പോൾ, സൈൻ തീറ്റയുടെ വാല്യൂ കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. ഇനി ഒരെണ്ണം മാത്രം ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ഉണ്ട്. അത് പിയിലേക്ക് ഈ കണ്ടക്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആറെന്നിരിക്കട്ടെ. ഡിസ്റ്റൻസ് കൂടുന്നതോറും വളരെ അകലെ അകലെ പോവുകയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആറിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലിയാണ് പ്രൊപ്പോർഷണൽ. ആറിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലിയാണ് പ്രൊപ്പോർഷണൽ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് പി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊപ്പോർഷണൽ ടു ഐക്ക് പ്രൊപ്പോർഷണലാണ്, ഡി എല്ലിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, സൈൻ തീറ്റയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, ഡിവൈഡഡ് ബൈ എന്നാൽ ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് മാറ്റാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റൻറ്റ് ഇട്ട് കൊടുത്താൽ മതി. μ0 ഡിവൈഡഡ് ബൈ 4π എന്ന് പറയുന്ന കോൺസ്റ്റൻ്റാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഐഡിയൽ സൈൻ തീറ്റ μ0 ബൈ 4π എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് ഒരു വാല്യൂ ഉണ്ട്. μ0 ബൈ 4π എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ വാല്യൂ 10⁻⁻⁷ ആണ്. അത് പ്രത്യേകം ഓർത്ത് ഇരിക്കുക. ഇതാണ് ബയോ സേവേഴ്സ് ലോ എന്ന് പറയുന്നത്. 3 മാർക്കോളം ഇതിന് ലഭിക്കാൻ സാധ്യതയുണ്ട്.